ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് എങ്ങനെയാണ് നിങ്ങൾ വിധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉപദേശം നൽകിയിട്ടുണ്ട്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. യമനിൽ നിന്നാണ് ഈമാൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നോക്കിയാൽ കിഴക്കൻ ദിക്ക്, അതായത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങൾ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നോക്കിയാൽ ഈമാൻ യമാനിയാണ്. യമനിൽ നിന്നുള്ള ഹലറൈകളായിട്ടുള്ള ആളുകൾ, നമ്മുടെ നാട്ടിൽ ഹദറമൗത്തിൽ നിന്നുള്ള സാദാത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നേതൃത്വം നൽകിയതുപോലെ അവർക്ക് നേതൃത്വം നൽകിയ മഹാന്മാരാണ് ഇന്തോനേഷ്യയിൽ. ഒന്നുണ്ട് അവിടെ ഷാദുലി തരീഖത്തനുസരിച്ച്, ഷിഹാബ് തരീഖത്തനുസരിച്ച് ഹലറമി വർഗത്തിൽപ്പെട്ടവർ അവർ കൊണ്ടുവന്നതാണ് ബർക്കത്തുള്ള ഈമാൻ. ആ ഈമാൻ്റെ അനുയായികൾ അവരാണ് ഇവിടേക്കൊക്കെ എത്തിച്ചത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരുപാട് സയ്യിദന്മാർ, ഇതുപോലെ തന്നെ സയ്യിദന്മാരുടെ പാരമ്പര്യമാണ് ഹൈദരാബാദിൽ. അവർ മുഖേനയാണ് ഈ ഈമാൻ എത്തിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മഹാന്മാരായ ഒരുപാട് ആളുകൾ ആ രാജ്യത്തിലേക്ക് എത്തിച്ചേർന്നതും ഇവിടെ നിന്നുള്ള ആളുകൾ തന്നെ, ഹദറമൗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ്. ആ ഭാഗത്തു നിന്നുള്ള ആളുകൾ തന്നെയാണ് നേരത്തെ മക്കത്ത് വന്ന് താമസമാക്കിയ ആളുകൾ. അവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യ ഹാജറ ബീവി അവിടെ വന്ന് താമസമാക്കിയപ്പോൾ അവിടെ നിന്നുള്ള ആളുകളാണ് അവിടുത്തെ പെൺകുട്ടിനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബിക്ക് കല്യാണം ചെയ്തു കൊടുത്തത്. അപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ടവരാണ് ഈ നുബുവത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടവർ ആ മേഖലയിൽ നിന്ന് വന്നവരാണ്. ഇന്നും അങ്ങനെ തുടരുകയാണ്. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ബർക്കത്തുള്ള പരമ്പര ഇന്ന് നമ്മുടെ നാട്ടിലും സയ്യിദുമാരും അതുപോലെ നമ്മുടെ ഉലമാക്കന്മാരും അവിടുന്ന് വന്നവരുണ്ട് ധാരാളമായി. ഷംസുൽ ഉലമയുടെ ഒക്കെ കുടുംബം അവിടുന്ന് വന്നവരാ, യമൻ ടച്ചാണ്. അതുപോലെ നമ്മുടെ സയ്യിദന്മാർ, ആ രണ്ട് വിഭാഗം ആളുകൾ ചിലപ്പോൾ ആലിമാവും ചിലപ്പോൾ അവർ കച്ചവടക്കാരാവും. ബർക്കത്തുള്ള ഒരുപാട് അമലുമായി ബന്ധപ്പെട്ടവർ അവരാണ് ഈ സമുദായത്തിന് ഉയർച്ച നൽകാൻ സഹായിച്ച ഉലമാവും ഉമറാക്കും എന്ന് പറയുന്ന വിഭാഗം.